പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് ഈ പകൽക്കാലവും ദൈവജന ധ്യാനമായി എടുത്തു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ സങ്കീർത്തന പുസ്തകങ്ങൾ ധ്യാനിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി. ഇന്ന് പ്രഭാതത്തിലും ദൈവജനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് അവസരമൊരുക്കിയല്ലോ. കഴിഞ്ഞ ദിവസം 19-ാം സങ്കീർത്തനം ധ്യാനിച്ചു വരികയായിരുന്നു. ഇന്ന് അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കാനായി പോകുന്നത്. 8 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിൽ വളരെ പ്രതിഫലമുണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായുള്ള യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് 19-ാം സങ്കീർത്തനത്തിന് 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവവചനത്തെക്കുറിച്ചുള്ള, ദൈവകൽപ്പനകളെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പാട് ഹല്ലേലൂയ ദാവീദ് അവിടെ നാമുമായി ഷെയർ ചെയ്യുകയാണ്. ഒരു വലിയ വെളിപ്പാട്. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ നേരുള്ളവയാണെന്നും അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയാണെന്നും അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണെന്നും അത് നിർമ്മലമാണെന്നും അതെന്നേക്കും നിലനിൽക്കുന്നതാണെന്നും അത് സത്യമായതും അവ നീതിയുള്ളവയാണെന്നും അവ പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവയും തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയെന്നും തനിക്ക് ദൈവവചനത്തെക്കുറിച്ച്, ദൈവകൽപ്പനകളെക്കുറിച്ച് തനിക്ക് കിട്ടിയ വെളിപ്പാടുകളും അതുപോലെ തൻ്റെ അനുഭവവും പ്രിയ ഭക്തൻ ഇവിടെ പങ്കുവയ്ക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. താനിങ്ങനെ പറയുകയാണ്, യഹോവയുടെ ആജ്ഞകൾ അവ നേരുള്ളവ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനക്കാരൻ എങ്ങനെ പറയുന്നത്: യഹോവയുടെ വചനം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന 1-ാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം യഹോവയുടെ ന്യായപ്രമാണം അത് നേരുള്ളതാണ്, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്, അത് നിർമ്മലമാണ്, അത് നമ്മളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫർമേഷൻ വരുത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് ഭക്തനുണ്ടായപ്പോൾ താനത് ഷെയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. തൻ്റെ ജീവികൾക്ക് വേണ്ടി താനത് ഷെയർ ചെയ്യുകയാണ്. യഹോവയുടെ ന്യായപ്രമാണം അതെത്ര മധുരമെന്നും അതെത്ര മഹത്വമേറിയതെന്നും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ നാം യഹോവയുടെ വചനത്തിൻ്റെ പ്രാധാന്യത, അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യത അർഹിക്കുന്നു എന്ന് നാം ഈ വചനത്തിലൂടെ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം തളർന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം മടുത്തു പോകുമ്പോൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം പലപ്പോഴും ഹല്ലേലൂയ ദുഃഖത്തിലാഴ്ന്നു പോകുമ്പോൾ അവിടെ നിന്ന് നമ്മെ കരം പിടിച്ച് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ രാപ്പകൽ അത് ധ്യാനിക്കുന്നത് കൊണ്ട്
അവൻ്റെ ഹൃദയം സന്തോഷമുള്ളതാകുന്നു, അവൻ്റെ കണ്ണുകൾ പ്രകാശമുള്ളതാകുന്നു. അവൻ്റെ ജീവിതത്തിൽ വളരെയധികം ട്രാൻസ്ഫർമേഷൻ വരുത്തുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. കാരണം ഇതൊരു മനുഷ്യൻ്റെ ദൈവവചനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കുന്നതാണ്, അവൻ്റെ മനസ്സിനെ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നതാണ് യഹോവയുടെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് നമ്മോട് ഇത് പങ്കുവയ്ക്കുന്നത്. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ നിർമ്മലം, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം ധ്യാനിക്കുന്നവരായി, ദൈവവചനം പഠിക്കുന്നവരായി, ദൈവവചനം ദിനംപ്രതി ധ്യാനിക്കുന്നവരായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള ഒന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിന് സന്തോഷമേകുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 11-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നാം നോക്കിയാൽ താൻ കാട്ടിലായിരുന്നപ്പോഴും താൻ വനാന്തരങ്ങളിൽ ആടുകളോടുകൂടി ആയിരുന്നപ്പോഴും ദൈവത്തെ ധ്യാനിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ദിനചര്യയിലുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി? അത് പ്രമാണിച്ചതിനാൽ വളരെ പ്രതിഫലമുണ്ടായി. കാട്ടിൽ കിടന്നവൻ ഹല്ലേലൂയ തൻ്റെ സുഹൃത്തുക്കളും തൻ്റെ നാട്ടുകാരും എല്ലാം ഈ മകനൊരു ഭാവിയുണ്ടോ എന്ന് പറഞ്ഞ ഒരുവനായിരുന്നു ദാവീദ്. എന്നാൽ അവൻ ഭാവിയിൽ ഇസ്രയേലിലെ സിംഹാസന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ കാരണം ഹല്ലേലൂയ അവൻ ദൈവവചനം ധ്യാനിക്കുന്നവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദൈവകൃപയിൽ ദൈവത്തിൽ ഭക്തിയുള്ളവനായിരുന്നു, ദൈവവചനത്തെ പ്രമാണിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ ഇതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനം ഇങ്ങനെ പറയും, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവിത പാതയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ വഴിയിൽ പതിയിരിക്കുന്ന കുടുക്കുകളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കി മാറിപ്പോകുവാൻ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം വിജയത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണങ്ങളാണ്, യഹോവയുടെ കൽപ്പനകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരായി നാം മാറണമെന്ന് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 12 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. പ്രൈസ് ദി ലോർഡ്. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ 3 വാക്യങ്ങളിൽ ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവേ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അതിൽ സന്തോഷിച്ച് അതിൽ മാത്രം ആനന്ദിച്ച് അതനുസരിച്ച് ജീവിച്ച് അത് പ്രമാണിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ തെറ്റുകളെ പോക്കി നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ ക്ഷമിച്ച് ഹല്ലേലൂയ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അതാകട്ടെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വായിലെ വാക്കുകൾ, നമ്മുടെ ഹൃദയത്തിലെ ധ്യാനവും നമ്മുടെ കർത്താവിന് പ്രസാദമാകുമാറാകട്ടെ. മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി നമ്മെ കഴുകി ശുദ്ധീകരിച്ച് തൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം ഈ പകൽക്കാലം സേവിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ നമ്മെ പൂർണ്ണമായി കഴുകുന്ന, നമ്മെ പൂർണ്ണമായി ദൈവത്വത്തിലേക്ക് അടുപ്പിക്കുന്ന, നമ്മളെ പൂർണ്ണമായി ദൈവപാതയിൽ നടത്തുന്ന ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട്, ദൈവന്യായപ്രമാണത്തെ ധ്യാനിച്ചുകൊണ്ട്, നേരുള്ള ദൈവന്യായ പ്രമാണത്തെ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ, ഹല്ലേലൂയ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് വിജയകരമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലെ
ഈ വചന ധ്യാനം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.